ഹാർബറാണ് ഇത്. പഴയ ഹാർബറാണ് ആ കാണുന്നത്. അപ്പോൾ പഴയ ഹാർബറാണ്. പണ്ട് ശ്രീലങ്കയിലൊക്കെ ഫെറി സർവീസ് നടത്തുന്ന സ്ഥലം ഇവിടെ നിന്നാണ് പണ്ട് ശ്രീലങ്കയിലേക്കുള്ള ഫെറി സർവീസ് എല്ലാം നടക്കുന്നത്. ആ ഹാർബർ കാണാം, ധനുഷ്കോടിയിലെ ഹാർബർ. അവിടെ ആ ഒരു പോയിന്റ് കണ്ടല്ലോ, കാണാം. പിന്നെ ഇവിടെ കുറച്ച് ഫിഷ് സ്റ്റോർസ് കാണാം, ഫിഷ് കട. അപ്പോൾ അങ്ങോട്ട് ഹാർബറിലേക്കുള്ള വഴി, പഴയ ഹാർബർ. ആ പ്രേത നഗരം എത്തിക്കഴിഞ്ഞു. ആ പ്രേത നഗരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആ പ്രേത നഗരത്തിലേക്ക്. എന്തൊരു തിരക്ക്! അവിടെ നിന്നും തിരക്ക്. ഇനി ഇവിടെ നിന്ന് ഒതുക്കിയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെന്തായാലും ആ പ്രേത നഗരത്തിലേക്കെത്തി. ഇവിടെ മീൻപിടുത്തക്കാർ താമസിക്കുന്ന കുടിലുകൾ കാണാം. മീൻ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുടെ, സാധാരണക്കായ മനുഷ്യരുടെ ഇത് കാണാം, ജീവിതങ്ങൾ കാണാം. ഇപ്പോഴും ചേഞ്ച് ആയിട്ടില്ല. പഴയ ആ ഓലമേഞ്ഞ ആ വീടുകളോടെ സുഖമായി നല്ല എയറോടെ കടൽ കാറ്റോടെ സുഖിക്കുന്ന ജനം. ഇതൊക്കെയാണ് ഒരു നാട്ടുമ്പുറം വെച്ചുള്ള ജീവിക്കാൻ. ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകളാണ്. അവരുടെ വലയൊക്കെ, മീൻ പിടിക്കാൻ വലയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് മൂന്നാമത് കാണിച്ചത്. നമ്മളെത്തി. അവിടെ ആ ലൈറ്റ് ഹൗസ് കണ്ട, ആ ലൈറ്റ് ഹൗസും ഏകദേശം എത്തിക്കഴിഞ്ഞു. ആ പ്രേത നഗരമായ ധനുഷ്കോടി ഇതവിടെ എത്തിക്കഴിഞ്ഞു. ഇതാ കാണാം, ധനുഷ്കോടി പഴയ റെയിൽവേ സ്റ്റേഷൻ കാണാം. നമ്മൾ നഗരം എത്തിക്കഴിഞ്ഞു. കണ്ട ഒരു പക്ഷി ഇരിക്കുന്ന കാണാം. ഇത്രയും നല്ല അന്തരീക്ഷം. മയിലിരിക്കുന്ന കണ്ടോളും. മയിലിൻ്റെ ഇത് കാണാം നമുക്ക്. പിന്നെ നല്ല തിരക്കുണ്ട്. നല്ല റോഡ്, നല്ല തിരക്കുമായി കാണാം. തിരക്കാണ്. നല്ല കാറ്റുമുണ്ട്. ഇത്രയും കാണുന്നതാണ്. ഇവിടെ കുറേ ഫിഷ് കടകൾ അതിൻ്റെ ഇപ്പുറമാണ്. എൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. ലൈറ്റ് ഹൗസ് കാണാം. തിരക്ക് അങ്ങോട്ട് തിരക്കാണ് തോന്നുന്നു. അങ്ങോട്ട് കുറേ കാര്യങ്ങൾ കാണാം. പറ്റുമെങ്കിൽ നാളെ ഒരു ഫിഷ് ഫ്രൈയും തിന്ന് ഞാനൊരു റിയൽ ബ്ലോഗ് ചെയ്യുന്നതാണ്. ഫിഷിൻ്റെ ടേസ്റ്റോടെ നമുക്ക് കാണാം. നല്ല തിരക്കുണ്ട്. സഞ്ചാരികളുടെ ഒഴുക്ക് കാണാം. നല്ല രീതിയിൽ കാണാം എന്നാണ് സഞ്ചാരികളുടെ ലൈറ്റ് ഹൗസ്. ഇവിടെ നല്ല സ്പീഡിന് വണ്ടികൾ പോകുന്നത് കാണാം. ലൈറ്റ് ഹൗസ്. പഴയ ബിൽഡിംഗ് ഞാൻ പറഞ്ഞ ബിൽഡിംഗ് കാണാം. പഴയ ബിൽഡിങ്സ്. ധനുഷ്കോടി സിറ്റി തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങൾ കാണാം. തകർന്നു കിടക്കുന്ന പഴയ വീടുകളുടെ അവശിഷ്ടങ്ങളാണ്. പഴയ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. പിന്നെ ഒരു പഴയൊരു വലിയ ബിൽഡിംഗ്. സ്കൂളാണോ റെയിൽവേ സ്റ്റേഷനാണോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന്. നല്ല
ഫിഷിൻ്റെ ഒരു എല്ലാം മാറ്റി വെച്ച് പോവുക, ഇവിടെയൊക്കെ ബീച്ച് പറയുക ആണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആണ്, പഴയ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ കാണാം. ധനുഷ്കോടി അന്നത്തെ ഇവിടുത്തെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനും ഇവിടം വരെയായിരുന്നു. ബോട്ട് മെയിൻ സർവീസ് നടത്തുന്ന സ്റ്റേഷൻ, പഴയ റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ബോട്ട് മെയിൻ സർവീസ് നിർത്തുന്ന ഇവിടെ വന്നിട്ടാണ് നിർത്തുന്നത്. എന്നിട്ടാണ് ഇവിടെ നിന്ന് പോർട്ടിലേക്ക് ഒരു പോവും. അവിടെ നിന്ന് ബോട്ടിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുപോകണ ആ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയാണ് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനായിരുന്ന ഒരു കാലത്ത്. പഴയ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു ആദ്യത്തെ. പിന്നെ നമ്മൾ ഇനി അങ്ങ് മുന്നോട്ട് പോവുകയാണ്. പഴയ ധനുഷ്കോടിയിലെ ടെമ്പിള് ഇനി കാണാവുന്നതാണ്. പഴയ വീടുകളുടെ ഇതും കാണാം. പഴയ വീടുകൾ, ധനുഷ്കോടി ടെമ്പിള് ഇവിടെ, ധനുഷ്കോടി ടെമ്പിൾ കൂടി കാണാൻ വേണ്ടി ആണ്. ഒരു സൈക്ലോണിലാണ് എല്ലാം പോയത്. ചുഴലിക്കാറ്റ് കടലെടുത്തുകൊണ്ട് പോയി. നിർത്തി. ഇനി നമുക്ക് ഇനി കാണാം. बट बड़ा बड़ा बोट पूरा यहाँ से कटा के जाना, बड़ा सिटी है, 10,000 आदमी काम करता है धनुष्कोडी. अभी कुछ नहीं, धनुष्कोडी 1964 साइक्लोन सुनामी, गांव पूरा पानी के अंदर डूब गया. अभी आधा गांव है नहीं है, पूरा पानी के अंदर है. गांव पूरा पानी के अंदर है. मतलब हाफ एन आवर टाइम है. स्पॉट है, जाने वाला जाओ, फोटो खींच के आ जाओ. मैं गाड़ी पार्किंग आसपास में पार्किंग डालेगा. ഇപ്പോൾ ആ പ്രേത നഗരത്തിലേക്ക് കാല് വെച്ചു. പ്രേത നഗരം എന്ന് പറയുന്ന ഹോണ്ടഡ് പ്ലേസായ ധനുഷ്കോടിയിലേക്ക് കാല് വെച്ചു. ലൈറ്റ് ഹൗസ് കാണാം. പിന്നെ പഴയ ധനുഷ്കോടിയിലെ രാമക്ഷേത്രം കാണാം. പിന്നെ നമ്മൾ മുന്നോട്ട് പോയി. ഇവിടെ ഫിഷ് കടകളാണ്. ഇവിടെ ഫിഷൊക്കെ കൊടുക്കുന്ന കടയാണ്. നമ്മളെ മത്സ്യം ഉള്ള ഒരു കടയാണ്. നാളെ അതിൻ്റെ ബ്ലോഗ് രാമേശ്വരത്ത് നിന്ന് കാണിക്കുന്നതാണ്. ഫിഷിൻ്റെ സ്പെഷ്യലുള്ള കടകളാണ്. നമ്മൾ ഫിഷ് കൂട്ടി ഒരു ഫുഡ് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. നാളെ എന്തായാലും കാണിക്കാൻ വന്നതാണ്. അത് ഇതാ കണ്ട ലൈറ്റ് ഹൗസ്, ധനുഷ്കോടിയിലെ ലൈറ്റ് ഹൗസ് എത്തി. നമുക്കിനി ഇനി ആ ടെമ്പിള്, പിന്നെ ബസ്സുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് ഹൗസ്, ടെമ്പിള്, പഴയ ടെമ്പിളാണ്. പഴയ ടെമ്പിള് കാണാം. പഴയ ഇപ്പോൾ കുറച്ചുകൂടി ചെയ്തു. ബീച്ച്, ആ സൈഡ് ബീച്ച് പൊളിഞ്ഞ് നമുക്ക് പൊളിഞ്ഞ അവശിഷ്ടങ്ങൾ കാണാം. പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ, പഴയ പള്ളി, ഇവിടെയൊക്കെ പഴയ തകർന്ന അന്നത്തെ ആ ഇതിൽ തകർന്നു പോയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും ഇവിടെ വന്നാൽ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊന്ന് ആ പോയിന്റിലേക്ക് പോവാം. ആ പോയിന്റിലേക്ക് പോവുകയാണ്. ഇവിടെ കുറേ ഷോപ്സ് കാണാം. കുറച്ച് ഫിഷിൻ്റെയൊക്കെ വിഭവങ്ങളൊക്കെ പൊരിച്ച് കൊടുക്കുന്ന കാണാം. ഫിഷിൻ്റെ വിഭവങ്ങൾ, പിന്നെ കുറച്ച് ശംഖൊക്കെ, കടലിലെ ശംഖിൻ്റെയൊക്കെ കൊണ്ടുള്ള ആ ഒരിത് കാണാം. പിന്നെ മുന്നോട്ട് നടക്കുകയാണ്. ആ പോയിന്റിലേക്ക് എത്താനുള്ള ഇതിലാണ് ഇപ്പോൾ ഞാൻ. ആ പോയിന്റിലേക്ക് ലൈറ്റ് ഹൗസ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് ഹൗസ്
നമുക്ക് ബീച്ചിൽ ചെന്നാണ് നിർത്തുന്നത്, അവസാനിക്കുന്നത്. ഇപ്പോൾ ബീച്ചിൽ ചെന്നിട്ടാണ് ഇപ്പോൾ ഇതാ കണ്ട ഹോട്ടൽ ഫിഷ് കടകളുടെ ബോർഡ് കാണാം. ഇതാ എന്തൊക്കെ കടകളുടെ പേരൊക്കെ കട. ഫിഷ് പൊരിക്കുന്നത് കാണാം, ലൈവായിട്ട് പൊരിച്ചെടുക്കുന്നത് കാണാം, പൊരിച്ചെടുക്കുന്നത് കാണാം, ഫിഷ് പൊരിച്ചെടുക്കുന്നത്. ഇതാ ഫിഷ് പൊരിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ല ഇവിടെ എന്ത് പൊരിച്ചെടുക്കുന്ന കാണാം. ഇത്രയും നല്ല അന്തരീക്ഷമായ ഒന്ന് ലൈവ് ഫിഷ് നാളെ ബലിയിട്ട ഉടൻ തന്നെ ഞാൻ ലൈവ് ഫിഷിൻ്റെത് കാണിച്ചു തരുന്നതാണ്. ബലിയിടുന്നതുകൊണ്ട് എനിക്ക് എത്തുന്നുകൂടാ ഫിഷ്. ഇപ്പോൾ ബലിയിട്ടതിന് ശേഷം നല്ല നമ്മുടെ അടുത്ത് തന്നെ ലൈറ്റ് ഹൗസ് വന്നു. എൻ്റെ അമ്മച്ചിയെ ഇന്ന് സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ഡയലോഗ് അനുസരിച്ച് എൻ്റെ അമ്മച്ചിയെ എൻ്റെ ശിവനെ എന്ന് പറയുന്ന പോലെ ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിലെത്തി. ഓരോ ഉണ്ട്. നമുക്കിനി ലാസ്റ്റ് മുനമ്പിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 11 മിനിറ്റായി ലാസ്റ്റിലേക്ക്. എന്ത് വണ്ടികളുടെ തിരക്കില്ല. ഇവിടം വരെ എടുത്തു. ഇനി ബീച്ചിനകം ബീച്ച് നമ്മൾ ഇത്രയും പൊളിഞ്ഞു കിടക്കുന്ന വന്ന അന്നത്തെ നാശനഷ്ടങ്ങളുണ്ടായ ഇതൊക്കെ കാണാം. ബിൽഡിങ്, സ്കൂളും ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. സ്കൂള്, വീടുകൾ, എല്ലാ സ്ഥാപനങ്ങളും. ഒരു നല്ലൊരു നഗരമായിരുന്ന, മനോഹരമായൊരു നഗരമായിരുന്ന ധനുഷ്കോടി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇവിടുത്തെ വീഡിയോ തീർന്നു.